2024 ഓഗസ്റ്റ് മാസത്തിലെ ഒരു പ്രഭാതം യൂറോപ്യൻ രാജ്യമായ പോളണ്ടിൽ നിന്നും ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉക്രൈൻ നഗരത്തിലേക്ക് എത്തുന്നു. യുദ്ധം കൊണ്ട് വിറങ്ങലിച്ചിരിക്കുന്ന ഉക്രൈൻ്റെ നഗരമധ്യത്തിൽ ട്രെയിൻ നിർത്തുമ്പോൾ അതിൽ നിന്നും ഒരു ഗസ്റ്റ് പുറത്തേക്ക് ഇറങ്ങും. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായിട്ട് ഉക്രൈൻ ഗവൺമെൻറ് പ്രധാനപ്പെട്ട പ്രതിനിധികളൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഉക്രൈൻ സന്ദർശനത്തെക്കുറിച്ചാണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന, യുദ്ധത്തിൽ വിറങ്ങലിച്ചിരിക്കുന്ന, യുദ്ധത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് ആശാവഹമായ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ്റെ മണ്ണിൽ എത്തി. ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വാർത്തയിൽ കേട്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മാനത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. യുദ്ധക്കെടുതിയിൽ വിറങ്ങലിച്ചിരിക്കുന്ന ആ ഒരു രാജ്യത്തിന് സമ്മാനമായി ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടെ കൊണ്ടുപോയ ഭീഷ്മ ക്യൂബിനെ കുറിച്ചാണ് പറയുന്നത്. ഭീഷ്മ ക്യൂബ് എന്നാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ക്യൂബാണ്. മെഡിക്കൽ എമർജൻസി സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂബ്. ഇതിൻ്റെ പൂർണ്ണമായ രൂപം ഭാരത് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഫോർ സഹ്യോഗ് ഹിത ആൻഡ് മൈത്രി എന്നുള്ളതാണ്. നാച്ചുറൽ കലാമിറ്റീസ്, മറ്റ് യുദ്ധം, അതുമായിട്ട് ബന്ധപ്പെട്ട തകർച്ച നേരിടുന്ന സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ മെഡിക്കൽ എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് രോഗികൾക്കും മറ്റ് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാർക്കും ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു സംവിധാനമാണിത്. ചെറിയൊരു ക്യൂബാണ്. ഇതിൽ 70-ലധികം മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആരോഗ്യ മൈത്രി ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭീഷ്മ ക്യൂബ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ യുദ്ധത്തിലോ മറ്റ് നാച്ചുറൽ കലാമിറ്റീസിലോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് മരുന്ന് നൽകുന്നതിന് വേണ്ടിയിട്ട്, സാധാരണഗതിയിൽ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് ഈ ഒരു സഹായം എത്തിക്കാൻ ഇതിന് പാരച്യൂട്ട് സഹായം വഴി അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് വഴി ഈ ഒരു ഭീഷ്മ ക്യൂബ് നമുക്ക് എത്തിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ത്യ ലോകത്തിന് കൊടുത്തിരിക്കുന്ന വലിയൊരു സംഭാവനയാണ് ഈ ഭീഷ്മ ക്യൂബ്. മുന്നേ തന്നെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇത് പരീക്ഷിച്ചുവെങ്കിലും ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് ഈ ഭീഷ്മ ക്യൂബ് എത്തുന്നത് ഈ പറഞ്ഞ ഉക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിയതിനു ശേഷമാണ്. ലോകമെമ്പാടുമുള്ള സമാധാന പ്രേമികളായിട്ടുള്ള ആൾക്കാർ ഇതിനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ലോകത്തിൽ സമാധാനം നിലനിർത്തിക്കൊണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അകൽച്ച കുറച്ചുകൊണ്ട് സമാധാനത്തിന്റെ ദൂത് നൽകാൻ നമ്മുടെ ഭീഷ്മ ക്യൂബിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്